അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. ബലിപെരുന്നാളായിട്ട് നല്ലൊരു വിഭാഗം വിശ്വാസികളും ഉദയത്ത് സ്വന്തം പേരിൽ അറക്കുകയോ അല്ലെങ്കിൽ ഷെയറിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്വന്തമായിട്ട് ഉദയത്ത് അറുത്ത പോലെ ആടിനെയോ പോത്തിനെയോ ഉദയത്ത് അറുത്ത ആളുകളോ മറ്റുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ. ഞാൻ പെരുന്നാൾ നിസ്കരിക്കാൻ പോയപ്പോൾ പള്ളിയിൽ പ്രധാനമായിട്ട് ഉസ്താദ് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഉദയത്തിൻ്റെ മാംസം ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത്, വിശ്വാസികളല്ലാത്തവർക്ക് കൊടുക്കരുത് എന്ന രീതിയിലായിരുന്നു. ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് ഇതേ കാര്യം തന്നെയാണ് അവരും പറഞ്ഞത്. അവരുടെ മാതാപിതാക്കൾക്ക് ഉദയത്തിൻ്റെ ഇറച്ചി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് വാശി പിടിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഈ ഒരു സ്ത്രീ വിളിക്കാൻ കാരണം, വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ത്രീ ഒരു ഹിന്ദു ആയിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം ചെങ്ങായിനെ പ്രണയിച്ചു, അവർ കല്യാണം കഴിച്ചു. ആ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, രണ്ട് വീട്ടുകാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രണ്ട് വീട്ടുകാരുടെയും താല്പര്യത്തിന് മുഖം കൊടുക്കാതെ ഇവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അവർ സന്തോഷമായിട്ട് പോന്നു. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായ സമയത്താണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വിരോധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മകളെ സ്വീകരിക്കാനും മരുമകനെ സ്വീകരിക്കാനൊക്കെ അവർ തയ്യാറായി. ഇന്ന് ഇവർ നല്ല ഹാപ്പി ആയിട്ട് കഴിയാണ്. ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഇവരാരുടെ ഉസ്താദ്മാരെടുത്ത് പോയപ്പോൾ ഒലീഹത്ത് അറക്കണം എന്നൊരു ഒരു ഒരു നേർച്ച നേരാൻ പറഞ്ഞു. അങ്ങനെ ഇവരൊരു ഒലീഹത്ത് അറുത്തപ്പോൾ ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറിയത്രേ. അതിനുശേഷം ഇവർ എല്ലാ ബലിപെരുന്നാളിലും ഒരു ആടിനെയെങ്കിലും ഒലീഹത്ത് അറക്കുകയോ അല്ലെങ്കിൽ പള്ളിയിലെ ഷെയറിൽ കൂടുകയോ ചെയ്യാറുണ്ട്. ആദ്യമൊന്നും ഇവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയിട്ടും ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർ ഭയങ്കര സഹകരണം സ്നേഹമൊക്കെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പള്ളിയിലെ ഷെയറിലാണ് ഇവർ പങ്കെടുക്കൽ. ഇത്തവണത്തെ പെരുന്നാളിന് ഇവരൊരു ആടിനെ ബലിയെറുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊടുത്ത് 1-ാം പെരുന്നാളിൻ്റെ ദിവസം തന്നെയാണ്, ഇന്നലെ തന്നെയാണ് അവർ ഒലീഹത്ത് അറുത്തത്. ഒലീഹത്ത് അറുത്തപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് ഇവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു യുവതിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു. അപ്പോൾ ഈ ഒലീഹത്ത് അറുത്തതിൻ്റെ മാംസത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഒരു പിടി കൊടുക്കാൻ ഈ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് പറഞ്ഞു, ഉസ്താദുമാരൊക്കെ പറയുന്നത് ഇങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ കേട്ടിരുന്ന ഒരാളായിരുന്നത് കൊണ്ടായിരിക്കണം ഈ ഭർത്താവ് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മക്കും അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട് കൊടുക്കാൻ ഒട്ടും തയ്യാറല്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയാം, അങ്ങനെ ഈ പെൺകുട്ടിയും വയലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ഒരു യുവതിയും വയലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ മാതാപിതാക്കളാണ്, തന്നോട് സ്നേഹമുള്ളവരാണ്, അവർക്ക് ഇസ്ലാമിനോട് യാതൊരു വിരോധമോ വിദ്വേഷമോ ഒന്നുമില്ല, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന വിശ്വാസങ്ങളൊക്കെ ആദരിക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും. പക്ഷെ അവരങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പടച്ചോൻക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവും, അത്രയും ക്രൂരമാണോ മതം എന്നൊക്കെ പേഴ്സണലി ആയിട്ട് ആ യുവതിക്ക് തോന്നി. അങ്ങനെ ആ യുവതി ഭർത്താവും കൂടിയിട്ട് പല ഉസ്താദുമാരെയും സമീപിച്ചു. കാരണം അവർക്ക് ഇതിനൊരു നിയമം കിട്ടണമായിരുന്നു. അങ്ങനെ ഒരു ഉസ്താദ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളോട് സ്നേഹബന്ധമുള്ള ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളോട് അനുകമ്പയുള്ള ആളുകളാണെങ്കിലോ കൊടുക്കുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല, അത് കൊടുത്തേക്കോ, അള്ളാഹു അതിന് യാതൊരു പ്രയാസവും ഉണ്ടാക്കില്ലെന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് ആ അച്ഛനും അമ്മക്കും ആ ഒരു ബലിമാംസം കൊടുത്തു. പല ആളുകളുടെയും ഒരു ധാരണ, ഈ ഒലീഹത്ത് അറക്കുന്ന ഒരു കാരണവശാലും ഇതൊരു അമുസ്ലിങ്ങളായ ആളുകൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ഒരാളുകൾ കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു, അവർ വളരെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ ആ രീതിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾക്കും പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ ചില മുസ്ലിം കുടുംബങ്ങളിലൊക്കെ വീട്ടിലെ പണിക്കാരായിട്ട് ചില ഹിന്ദു ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലൊരു ബലിമാംസം പാചകം ചെയ്യുമ്പോൾ അയാളെ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ഒരുപാട് അതിഥികളെ സൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കൊടുക്കുന്ന ഒരു മതത്തിൽ അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. ഒലീഹത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഒലീഹത്ത് മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്നോ കൊടുക്കരുത് എന്നൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് നമ്മളോട് ശത്രുതയില്ലാത്ത, അതായത് ഒലീഹത്ത് ഇറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കാണാം, മറ്റേ മൃഗസ്നേഹത്തിൻ്റെ മൂത്തിട്ട് മുസ്ലിങ്ങൾ മുഴുവനും മൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ്, അത്തരം ആളുകളല്ലാത്ത, നമ്മളോട് ശത്രുതയില്ലാത്ത, നമ്മളോട് സ്നേഹവും സഹാനുഭൂതിയും അവരെയും കൂടി പരിഗണിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, തീരെ കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കർക്കശമായിട്ട് അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യാവൂ എന്നൊന്നില്ല. വ്യത്യസ്തമായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊരു മതമായതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്താൽ അവരെ നമ്മൾ കാഫിറാക്കുകയോ അവരെ ഇസ്ലാമിൽ നിന്ന് പറഞ്ഞ സർക്കിളിൽ നിന്ന് പുറത്താക്കുകയോ മോശക്കാരാണെന്ന് മുദ്ര കുത്തുകയോ ചെയ്യണ്ട. ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടം ആളുകളാ പോവുക. അപ്പൊ ഞങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് വന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരെ ഈ ചെവിയുടെ ഭാഗത്ത് ചെത്തിപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഉസ്താദെ എത്ര മണിക്കാണ് മാംസ വിതരണം? കാരണം ഇവരെല്ലാം അതിന്റെ ഉപഭോക്താക്കളാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറച്ചി ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട്. പലയിടങ്ങളിൽ, പല മഹല്ലുകളിൽ
സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ പ്രത്യേകം ഇറച്ചിയുണ്ട്. ഹനഫി മദ്ഹബിൽ ഇങ്ങനെ മറ്റു മതവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് വിലക്കില്ല എന്ന് പറഞ്ഞ ആളാണ് വലിയ സൂഫി ഗുരുവായി ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഇതുപോലെ മറ്റു മതക്കാർക്ക് അവർ നമ്മളോട് സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ ഒരു മഹാനായ പണ്ഡിതനാണ്. കാരണം ചില കുടുംബങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പള്ളിക്കൽ നിന്ന് എന്ത് കിട്ടിയാലും പള്ളിക്കലിലെ ചോറ് വാങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ, അവർ പള്ളിയുടെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊരു പൊതി കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹു അതിനൊരിക്കലും അതൊരു തെറ്റാണെന്നോ ഒരു മോശമാണെന്നോ പറഞ്ഞ് ശിക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാഫിഈ മദ്ഹബിൽ ഉദയത്തറക്കാൻ നേർച്ചയാക്കി വിചാരിക്കും. നേർച്ചയാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ മാംസം പാവങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ. സാധാരണ ആരും ഉദയത്തറക്കാൻ പൊതുവേ നേർച്ചയാക്കാറില്ല. ചില ആളുകളൊക്കെ നേർച്ചയാക്കാറുണ്ടാവും. ഞാൻ ഉദയത്തറക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലൊന്നും നേർച്ചയല്ല കേട്ടോ. നേർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചാലേ നേർച്ചയുള്ളൂ. സാധാരണ ഉദയത്തറുത്ത മാംസങ്ങൾ കുറച്ച് എന്താ പറയുക, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, അങ്ങനെ നമുക്ക് പരിചയമുള്ള ആളുകൾക്ക്, കുറച്ച് ഭാഗം പാവങ്ങൾക്ക്, ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. കുറച്ച് ഭാഗം നമുക്ക് എടുക്കാം. എടുക്കുമ്പോൾ ഇത് കരളിൻ്റെ ഭാഗമായിരിക്കണം. നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മാംസം ഒതിയത്തറത്ത ആളുകൾക്ക് പോലും എടുക്കാൻ പാടില്ല. അപ്പോൾ നിയമങ്ങളൊക്കെ മാറി. അപ്പോൾ ഒതിയത്തറക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയതാണെങ്കിൽ ഷാഫി മദ്ഹബിൽ അപ്പോഴും എന്തു പറ്റില്ല, മുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത ബലിമാംസമാണെങ്കിൽ കൊടുക്കുന്നുണ്ട്, വിലക്കില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ചില ആളുകൾ ഇസ്ലാമിനെ ഇങ്ങനെ കർക്കശമായിട്ട് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിക്കാൻ പറ്റാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു മതമായി ചിത്രീകരിക്കുമ്പോൾ അപ്പോൾ ആളുകൾ ആ ഒരു കെട്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, ഇസ്ലാം എന്ന സർക്കിളിനെ മാറിപ്പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ പരമാവധി ഇളവുകളുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മതം എന്നുള്ളത് വളരെ സുന്ദരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് ജീവിക്കാനും കഴിയുന്ന ഒരു ജീവനുള്ളൊരു മതമായിട്ട് ഫീൽ ചെയ്യും. ആത്യന്തികമായിട്ട് ഈ ഒരു വ്യത്യസ്ത അഭിപ്രായമുള്ള മസ്അലയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ശത്രുതയിലല്ലെങ്കിൽ നമ്മളോട് മമതയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, അനുഭാവമുണ്ടെങ്കിൽ, ജീവിക്കുന്ന ചുറ്റുപാട് അനുകൂലമാണെങ്കിൽ കൊടുത്തേക്കാം. അതോടൊപ്പം ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു തന്റെ അൽ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇത്തരത്തിൽ അമുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ബലിമാംസം കൊടുക്കുന്നത് കൊണ്ട് വിലക്കുകളില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില നിയമങ്ങൾ പറയുമ്പോൾ അമൂർത്തമായിട്ടാണ് പറയാ, അത് വ്യക്തമായിട്ട് പറയാറില്ല. പിന്നീട് മഹാന്മാരായ ആളുകൾ അവർ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാട് അനുസരിച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കലാണ്. ആ വ്യാഖ്യാനിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയും, ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയില്ല, മുറിയെന്ന് പറഞ്ഞവർക്കും തെളിവുണ്ട്, മുറിയില്ല എന്ന് പറഞ്ഞവർക്കും തെളിവുണ്ട്. ഇതൊക്കെ മദ്ഹബുകളിലെ വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ്. അപ്പോൾ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയെന്ന് കരുതുന്ന ആളുകൾ പറയുന്നത് മാത്രമാണ് ശരി, അതിൽ ഭാര്യ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് പറയുന്നവർ മാത്രമാണ് ശരി എന്ന് നമുക്ക് തീർത്തൂട്ടി പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഇതിനോട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവരങ്ങനെ വിശ്വസിക്കട്ടെ. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഇതൊരു സംശയം തോന്നാം എന്നതുകൊണ്ടാണ് ഞാൻ അതിനൊരു ഒരു വ്യക്തത വരുത്തിയത്. പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന നാട്ടിലെ ഒരു വേലായുധേട്ടനുണ്ട്. ഈ വേലായുധേട്ടൻ എല്ലാ വർഷത്തിലും ഒതിയത്തറക്കാറുണ്ട്. ഈ ഒതിയത്തറക്കുന്ന വേലായുധേട്ടൻ്റെ വീട് പള്ളിക്കടുത്താണ്. പള്ളിക്കടുത്തുള്ള വേലായുധേട്ടൻ്റെ അച്ഛൻ്റെ കാലം എനിക്ക് തുടങ്ങിയതാണ് ഈ ഒതിയത്തറക്കൽ. അങ്ങനെ പുറത്തിരുന്ന ഒരു കാലത്ത് പുതിയൊരു മൊയ്ലിയർ അവിടെ ജോലിക്ക് വന്നു. ആ ജോലിക്ക് വന്നതിന് ശേഷം പഴയ തലമുറയിലെ ഉസ്താദുമാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒതിയത്തറക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു ആടിനെയാണ് ഒതിയത്തറക്കാറ്. അപ്പോൾ അതിന് വേണ്ടി ഇദ്ദേഹം നേരത്തെ തന്നെ ഒരു ആടിനെ വാങ്ങി വെക്കലും അതൊക്കെ വളരെ സൗഹാർദ്ദത്തോടു കൂടി കടന്നു പോയിരുന്നതാണ്. പുതിയ തലമുറയിലെ പുതിയൊരു ഉസ്താദ് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു, ഒതിയത്തറക്കുന്ന മാംസം മുസ്ലിങ്ങൾക്ക് കൊടുക്കരുതെന്ന്. പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടുകാരനായ വേലായുധേട്ടൻ്റെ കുടുംബത്തിന് അതൊരു വലിയ വിഷമമായി. ഇതെന്നോട് പേഴ്സണലി നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ആദ്യകാലത്തൊന്നും ഇത് പറയാതിരുന്നത്? ഞങ്ങൾ തരുന്ന ഇറച്ചി തിന്നുമ്പോൾ പ്രശ്നമില്ലെന്നും, പക്ഷേ നിങ്ങളുടെ ബലിമാംസങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ അതെവിടെയാണ് ഹറാമായിട്ട് മാറുന്നത് എന്നുള്ളത്. ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപകരുണ്ട്, പ്രായമുള്ള ആളുകളാണ്. ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അത്രേ. അങ്ങനെ ഇവരുടെ യൗവന കാലത്ത്, കുട്ടികളില്ലാത്തൊരു കാലത്ത് ഇവർ പല ചികിത്സകളും നടത്തിയിട്ടൊന്നും കുട്ടികളില്ലാതായപ്പോൾ ഒരു സൂഫി സാന്നിധ്യമുള്ള ഒരു ഉസ്താദ് പറഞ്ഞതാണ്, നിങ്ങളുടെ ഒലിയത്തറക്കാൻ നേർച്ചയാക്കൂ. അങ്ങനെ ഒരു മുസ്ലിം ആളുകളെയൊക്കെ വിളിച്ചൊരു പെരുന്നാളാകുമ്പോൾ ഒലിയത്തറക്കുകയും പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇവരിന്നും മുടങ്ങാതെ ഇവർ ഹിന്ദുക്കളായിട്ട് തന്നെ ജീവിക്കുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അവരുടെ കുട്ടിയും അവർക്ക് പിന്നീട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഉണ്ട്, വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നു. ഇന്നും ഈ ഹിന്ദു കുടുംബം അതിസുന്ദരമായിട്ട് ഒതിയത്തറക്കാറുണ്ട്. ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടം ആളുകളാണ് പോവുക. അപ്പം ഞങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് വന്ന കുറേ ആളുകളുണ്ടാവും. അവരെ ഈ ചെവിയുടെ ഭാഗത്ത് ചെത്തിപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഉസ്താദേ എത്ര മണിക്കാണ് മാംസ വിതരണം? കാരണം ഇവരെല്ലാം അതിൻ്റെ ഉപഭോക്താക്കളാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറച്ചി ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട്. പലയിടങ്ങളിൽ, പല മഹല്ലുകളിൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ പ്രത്യേകം ഇറച്ചിയുണ്ട്.
അപ്പൊ ഇവിടൊക്കെ അങ്ങനെയൊക്കെയാണ് പലരും കഴിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും. നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾ മാന്യമായി രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഹജ്ജിന്റെ ഭാഗമായിട്ട് ജംറകളിൽ കല്ലെറിയാറുണ്ട്. എത്ര തവണയാണ് കല്ലെറിയേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.